അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് വേണ്ടിയാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 7 ദുറൂസുൽ അഖായിദിലെ 2ാമത്തെ പാഠത്തിൻ്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കൂട്ടുകാർ എല്ലാവരും വർക്ക് ബുക്ക് എടുത്തില്ലേ? വർക്ക് ബുക്ക് പേജ് നമ്പർ 11, അൽ വഹ്ദത്തു സാനിയ. 2ാമത്തെ പാഠം ലൈസ കമിസ്ലിഹി ഷൈഉൻ. ഇതിന്റെ അർത്ഥം അല്ലാഹുവിനെ പോലെ മറ്റൊന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. കൂട്ടുകാർ നല്ലോണം വായിച്ചു മനസ്സിലാക്കുക. ആദ്യം നക്തുബുൽ മഅന. നമുക്ക് അർത്ഥം എഴുതാം. മുഖാലിഫുൻ വ്യത്യസ്തൻ, ഈജാദുൻ ഉണ്ടാക്കൽ, ബഅറത്തുൻ ഒട്ടക കാഷ്ടം, അൽ കായിനാത്ത് സൃഷ്ടിജാലങ്ങൾ. അടുത്ത പേജ് നോക്കൂ. ദലീലുൻ ഖാതിഉൻ ഖണ്ഡിത തെളിവ്, അസറുൽ അഖ്ദാം കാൽപ്പാടുകൾ, മസീർ യാത്രക്കാരൻ, ജവാരിഹ് അവയവങ്ങൾ, ഖായിമുൻ ബിനഫ്സിഹി സ്വയം നിലനിൽക്കുന്നവൻ, അർളു ദാതു ഫിജാജിൻ വഴികളുള്ള ഭൂമി. അടുത്തത് നക്തശിഫുൽ ഇജാബ. നമുക്ക് ഉത്തരം കണ്ടെത്താം. 1ാമത്തെ ചോദ്യം, നമ്മുടെ കാഴ്ചയും കേൾവിയും അല്ലാഹുവിന്റെ കാഴ്ചയും കേൾവിയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? ഉത്തരം, അല്ലാഹു കേൾപ്പിച്ചാലല്ലാതെ നമ്മൾ കേൾക്കുന്നില്ല, അല്ലാഹു കാണിച്ചാലല്ലാതെ നമ്മൾ കാണുന്നില്ല. എന്നാൽ അല്ലാഹു സ്വയം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. 2ാമത്തെ ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിന്റെ ആശയമെന്ത്? ഉത്തരം, യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്നതാണ്. 3ാമത്തെ ചോദ്യം, തൗഹീദ് എന്നാൽ എന്ത്? ഉത്തരം, തൗഹീദ് എന്നാൽ മുഴുവൻ വസ്തുക്കളുടെയും റബ്ബ് അല്ലാഹുവാണെന്നും അവനല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കലാണ്. 4ാമത്തെ ചോദ്യം, പ്രപഞ്ച സൃഷ്ടാവ് ഏകനാണെന്നതിന് തെളിവ് എഴുതുക. ഉത്തരം, സമ്പൂർണവും വ്യവസ്ഥാപിതവുമായി സംവിധാനിച്ചിരിക്കുന്ന ഈ ലോകവും നൂതനമായ അതിൻ്റെ നിർമ്മാണ ശൈലിയും സൃഷ്ടാവ് ഏകനാണ് എന്നതിന് ഖണ്ഡിതമായ തെളിവാണ്. അടുത്ത പേജ് നോക്കൂ. നുക്മിലുൽ ഫറാഗ് വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. അപ്പൊ നമുക്ക് പൂരിപ്പിക്കാം. 1ാമത്തത്, അൽ ബഅറത്തു തദുല്ലു അലാ ഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് അൽ ബഈർ. അൽ ബഅറത്തു തദുല്ലു അലൽ ബഈർ. 2ാമത്തത്, അർളുൻ ദാതു ഡാഷ് വസമാഉൻ ദാതു ഡാഷ് തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. അർളുൻ ദാതു അതിനുശേഷം പൂരിപ്പിക്കേണ്ടത് ഫിജാജിൻ, വസമാഉൻ ദാതു അതിനുശേഷം പൂരിപ്പിക്കേണ്ടത് അബ്റാജിൻ. അപ്പൊ നമുക്ക് ചേർത്ത് വായിക്കാം. അർളുൻ ദാതു ഫിജാജിൻ വസമാഉൻ ദാതു അബ്റാജിൻ തദുല്ലു അലൽ ലതീഫിൽ ഖബീർ. 3ാമത്തത്, അല്ലാഹു മൗജൂദുൻ ബിദാതിഹി വൽ ഖൽഖു മൗജൂദൂന ബിഡാഷ്. അവിടെ പൂരിപ്പിക്കേണ്ടത് ഈജാദിഹി. അല്ലാഹു മൗജൂദുൻ ബിദാതിഹി വൽ ഖൽഖു മൗജൂദൂന ബിഈജാദിഹി. അടുത്തത് നോക്കൂ. നഖ്റഉ വനസ്തൗഇബുൽ മഅന. നമുക്ക് വായിച്ച് അർത്ഥമെഴുതാം. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. ഇതിന്റെ അർത്ഥം, ആകാശഭൂമികളിൽ അല്ലാഹുവല്ലാതെ വല്ല ദൈവങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അവ രണ്ടും താറുമാറാകുമായിരുന്നു. നക്തുബു മഖാലത്തും വനഖറഉഹാ ഫിൽ ഫസ്ൽ.
അല്ലാഹു തആല എല്ലാ വസ്തുക്കളോടും എതിരായവൻ. അതിനെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതാനുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുതാം. തീർച്ചയായും അല്ലാഹു പ്രവൃത്തിയാലും വിശേഷണങ്ങളാലും സത്തയാലും മുഴുവൻ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. അല്ലാഹു സ്വയം ഉള്ളവനാണ്. അല്ലാഹുവിൻ്റെ ഉണ്ടാക്കൽ കൊണ്ടല്ലാതെ ഒരു വസ്തുവും ഉണ്ടാവില്ല. അല്ലാഹു സ്വയം ജീവിച്ചിരിക്കുന്നവനാണ്. അവൻ ജീവൻ നൽകൽ കൊണ്ടല്ലാതെ മറ്റൊന്നിനും ജീവനില്ല. അല്ലാഹു സ്വയം കഴിവുള്ളവനാണ്. അവൻ കഴിവ് നൽകിയാലല്ലാതെ മറ്റൊന്നിനും ഒരു കഴിവുമില്ല. അല്ലാഹു സ്വയം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അല്ലാഹു കേൾപ്പിച്ചാലല്ലാതെ നാം കേൾക്കുന്നില്ല. അല്ലാഹു കാണിച്ചാലല്ലാതെ നമ്മൾ കാണുന്നില്ല. നമുക്ക് നാവ്, കണ്ണ്, ചെവി മുതലായ അവയവങ്ങൾ ആവശ്യമാണ്. എന്നാൽ അല്ലാഹുവിന് അവ ആവശ്യമില്ല. അല്ലാഹുവിൻ്റെ അറിവിന് ഭൂതകാലം, വർത്തമാനകാലം, ഭാവിക്കാലം എന്നിങ്ങനെ ഇല്ല. എന്നാൽ അല്ലാഹു അറിയിച്ചു തന്നാലല്ലാതെ നാം ഒന്നും അറിയുന്നില്ല. അതിനാൽ തന്നെ അല്ലാഹു മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും എതിരാവുന്നു. ഇതോടെ ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് കഴിഞ്ഞു. കൂട്ടുകാർക്ക് ഈ പാഠത്തിന്റെ വർക്ക് ബുക്ക് ആൻസേഴ്സ് മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.